18 July 2024. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. സമയം 5:30. പതിവ് പോലെ ഞാൻ ഉണർന്നു. നിങ്ങളുടെ ഊഹ ശരിയാണ്. ഈ വീഡിയോ ഞാൻ ഉണർന്നു വരുന്ന വീഡിയോ അല്ല. ഞാൻ കുളിച്ചിട്ട് വന്ന് പിന്നീട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താ. എണീറ്റ് വരുന്ന എൻ്റെ കോലം കണ്ട് നിങ്ങൾ വെറുതെ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ പല്ലേപ്പും കുളിയും കഴിഞ്ഞ് നേരെ അതിനിടയ്ക്ക് കുറച്ച് എക്സസൈസ് ചെയ്തു കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല. പിന്നെ കുറച്ചു നേരം മഴ കണ്ടോണ്ടിരുന്നു. അല്ല നിന്ന്. എന്നിട്ട് മിന്നലിന്റെ ചിത്രപ്പണി ഇല്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നുമില്ല. എന്നാലും കണ്ടോണ്ടിരിക്കാം. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കാര്യം കൃഷ്ണന്റെ യേശുവിന്റെ അള്ളാവിന്റെ ഒക്കെ വീഡിയോ എങ്കിലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത് വളരെ കുറവാണ്. സോ ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ 1 അല്ല 2 അമ്പലത്തിൽ പോയി. എന്നിട്ട് ഒന്ന് കുറിയൊക്കെ തൊട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് അവിടെ പത്രം കിടക്കുന്നുണ്ട്. സാധാരണ പോലെ സ്പോർട്സ് പേജ് ഒന്ന് നോക്കി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ചായയും. പിന്നെ കമ്പനിയുടെ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് മെസ്സേജ് വന്നു, കറണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. പറഞ്ഞു തരുന്നില്ല, അവർ വാക്ക് വലിച്ചു. എ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഇലക്ട്രിസിറ്റി ബോർഡ്. താങ്ക്സ്. കറണ്ട് പോയെങ്കിലും കുറച്ചു നേരം ബാറ്ററി ബാക്കപ്പ് വർക്ക് ചെയ്തു. എന്നിട്ട് കുറച്ചു നേരം എഴുതാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ എഴുതി. എന്താ വേണോ എന്തോ, അതൊക്കെ നിങ്ങൾ പിന്നീട് കാണും. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. രാവിലെ ഇൻസ്റ്റയിൽ ബർത്ത്ഡേ വിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പൂച്ച നടന്നു വരുന്നുണ്ട്. എന്നെ കണ്ടിട്ടൊരു ബഹുമാനമില്ല, കൊടുത്തുറന്നു. നോ പൂച്ച വാസ് ഹാംഡ് ഡ്യൂറിംഗ് ദി ഷൂട്ട്. ഇനി നടക്കപ്പോറത് യുദ്ധം. ഇതിനെ വിളിക്കാൻ പറ്റിയ പേര് വല്ലതും നിങ്ങൾക്കറിയാം? അങ്ങനെ ഫുഡ് വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും. ഞാൻ യൂഷ്വലി വ്യാഴാഴ്ച നോൺ വെജ് സാപ്പിടാറില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും സാപ്പിടാറില്ല. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു തരുള്ളൂ. അതിനുശേഷം ഒരു ഐസ്ക്രീം, കോലും കവറും മാത്രമേ ഉള്ളൂ. കഴിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിനിടയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതൊന്ന് ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ ഒരു ഷർട്ടും പിന്നെ ഈ കാണുന്ന ഫോട്ടോയും. താങ്ക് യു അഞ്ചി ചേച്ചി, എൻ്റെ അനന്ത ചേട്ടൻ. കറണ്ട് വരാത്തതുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ബാലൻസ് വായിക്കാമെന്ന് വിചാരിച്ചു. കൊച്ചു പിള്ളേർ ഒരു 1-2 ദിവസം കൊണ്ട് വായിക്കുന്ന ഈ ബുക്ക് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് വായിച്ചിട്ട് ഞാൻ എന്താ തീർക്കാത്തെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ബാക്കി വായിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവൻ സാർ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചു. ഞാനെന്തായാലും ഇവിടെ ഹൈദരാബാദിലാണ്. ബർത്ത്ഡേ വിഷയം എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അവന്റെ തള്ളു കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കറണ്ട് വന്നു. അപ്പോൾ ബാക്കിയുള്ള പെൻഡിങ് വർക്ക് അങ്ങ് എടുത്തു. പിന്നെ ഒരു ചായ കുടിച്ചു. വൈകിട്ട് അമ്മയുടെ കൂടെ ഒന്നുകൂടെ അമ്പലത്തിൽ പോയി. എൻ്റെ ചെറുപ്പം തൊട്ടേ അമ്മ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും വിളക്കത്തിക്കാറുണ്ട്. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന് രാത്രിയിലത്തെ ഫുഡും കഴിച്ചു. ഇന്നത്തെ ഫുഡെല്ലാം സ്പോൺസർഡ് ബൈ അച്ഛൻ. സ്ഥിരം എഡിറ്റിംഗ് പരിപാടിയിൽ ഇരിക്കുമ്പോഴാണ് ആദർശേട്ടനും പൊന്നു ചേച്ചിയും പിന്നെ കുഞ്ഞും എന്നെ കാണാൻ വന്നത്. ഇവരുടെ വകയുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ്. താങ്ക്സ്. പിന്നെ ഒരു ടാറ്റയൊക്കെ തന്നെ തിരിച്ചു പോയി. കുഞ്ഞിൻ്റെ വക ഒരു ഫ്ലൈയിങ് കിസും. അവരെ യാത്രയാക്കിയ ശേഷം പിന്നെ വന്ന് എഡിറ്റിംഗ്. ഇത് തീർന്നില്ലേ? അതിനുശേഷം രാവിലെ വായിച്ചുകൊണ്ടിരുന്ന ആ ബുക്ക് പിന്നെ എടുത്ത് അത് വളരെ ആസ്വദിച്ച് വായിച്ചുകൊണ്ടിരുന്നു. അത് നോക്കി വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ ഉള്ളൂ. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.